നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സീതമ്മ അറിഞ്ഞോ കാര്യങ്ങള്? ആ, ആര്യ അതും പറഞ്ഞു. എന്തായാലും ആ സമയത്ത് റൂമിൽ പോയി നോക്കാൻ തോന്നിയത് ദൈവാനുഗ്രഹം. ഞാൻ ആരതിയെ കണ്ടു. ചെറിയ മുറിവേ ഉള്ളൂ, അത് പെട്ടെന്നങ്ങ് കരിഞ്ഞോളൂ. ഞാൻ അതല്ല ചിന്തിക്കുന്നത്. അവളൊരു തന്റേടിക്കാരിയാ. ഒന്നിനെയും വകവയ്ക്കാത്ത, ആരുടെ നേരെയും തട്ടിക്കയറുന്ന തന്നിഷ്ടക്കാരി. എന്നിട്ടും അവൾ ഇങ്ങനെ ഒരു കടുങ്കൈക്ക് ഒരുങ്ങാന്ന് പറഞ്ഞ അത് ആലോചിക്കുമ്പോ പോലും എനിക്ക് പേടിയാവുന്നു സീതമ്മേ. ഏയ്, നീ ഇതിനങ്ങനെ കാണണ്ട. ഒരു കണക്കിന് ഇത് നല്ലതായെന്ന് ഞാൻ പറയൂ. മറ്റെന്തോ വരാനുള്ളത് ഇങ്ങനെ അങ്ങ് അവസാനിച്ചെന്ന് കരുതിയ പോരെ. ഇനിയും ഇത്തരം സാഹസങ്ങൾ ചെയ്യാൻ വിടരുത്, അത്ര തന്നെ. സീതമ്മ കഴിഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൈത്താങ്ങ് പ്രസാദേട്ടന്റെ കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാള് ഇങ്ങനെ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുമ്പോഴാ വിഷമം. എന്റെ കുട്ടിയുടെ ജീവിതം തകർക്കാനൊരുങ്ങി അവനെ എന്റെ കൈയെ കിട്ടിയിരുന്നെങ്കിൽ അവനെ... ചേച്ചി പ്ലീസ്. അവിടെ ആ ഹോട്ടലിൽ എന്തൊക്കെ നടന്നു നമുക്ക് ഇപ്പോഴും അറിയില്ല. ഒരു വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാ ചേച്ചി എങ്ങനെ മുരളിച്ചേട്ടനെ കുറ്റപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞ കുഞ്ഞേച്ചിയെ സഹായിക്കുന്നതല്ലാതെ കുഞ്ഞേച്ചിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും മുരളിച്ചേട്ടൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ വിശ്വസിക്കണ്ട. ബോധമില്ലാതെ മയങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തില് താലി കെട്ടുന്നതാണോ ഈ സഹായം? ഒരവസരം കിട്ടിയപ്പോ അവനത് മുതലെടുത്തു എന്നല്ലാതെ അതിന് വേറെ എന്താ പറയേണ്ടത്? അവളൊരു വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു. ചേച്ചിക്ക് അങ്ങനെ പറയാം, പക്ഷെ ഞാൻ എങ്ങനെ വിശ്വസിക്കില്ല. അങ്ങനെ അവസരം മുതലെടുക്കുന്ന ഒരാളല്ല മുരളിച്ചേട്ടൻ. ചേട്ടന്റെ കുഞ്ഞേച്ചി ജീവനായിരുന്നു. കുഞ്ഞേച്ചിയുടെ ഇഷ്ടങ്ങൾ കൊത്തുനിന്നതല്ലാതെ ചേച്ചിക്ക് ദോഷം വരുന്നതൊന്നും മുരളിച്ചേട്ടൻ ചെയ്തിട്ടില്ല. ചേച്ചിക്കറിയാലോ, സ്ഥലവും സന്ദർഭവും ആളും ഒന്നും നോക്കാതെ എവിടെ ചെന്ന് വഴക്കുണ്ടാക്കുന്ന സ്വഭാവമാ കുഞ്ഞേച്ചിയുടെ. അങ്ങനെ സംസാരിച്ച് കുഴപ്പത്തിൽപ്പെട്ട എത്ര സ്ഥലങ്ങളിൽ നിന്നാ മുരളിച്ചേട്ടൻ ചേച്ചി രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. ആ സൂപ്പർ മാർക്കറ്റിലെ സുനിലിന്റെ സംഭവം വെറും ഒരു ഉദാഹരണം മാത്രം. എനിക്ക് തീർച്ചയുണ്ട് വലിയേച്ചി, എന്തെങ്കിലും വ്യക്തമായ കാരണം ഇല്ലാതെ മുരളിച്ചേട്ടൻ കുഞ്ഞേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടില്ല. അതെനിക്ക് ഉറപ്പാ. അതെ, അന്ന് അവിടെ നടന്നതിനെ കുറിച്ചൊന്നും ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല അഞ്ജലി നമുക്ക്. മുരളി കഴിഞ്ഞാ പിന്നെ അവിടെ നടന്ന കാര്യം അറിയാവുന്ന മറ്റൊരാള് സോഫിയയാ. സോഫിയല്ലേ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞതും ഇന്നലെ രാവിലെ തന്നെ ആരതി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയതും? ആര്യ, നീ ആ സോഫിയെ വിളിച്ച് കാര്യങ്ങൾ എന്താന്ന് ചോദിക്ക്. അപ്പൊ അറിയാലോ എന്താ സംഭവിച്ചെന്ന്. ഇന്നലെ തൊട്ട് ഞാൻ സോഫിയെ വിളിക്കാണ് സീതമ്മേ, കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് ആണ് ഫോൺ. എന്ന് പറഞ്ഞ അവളും കൂടെ ചേർന്നിട്ട് എന്റെ കുട്ടിയെ ചതിക്കാൻ കെണിയൊരുക്കിയെന്നാണോ നിങ്ങളീ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട് വലിയേച്ചി. നമ്മളത് അന്വേഷിക്കണമെന്നാ എന്റെ ഒരു അഭിപ്രായം. വേണ്ട വേണ്ട, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതെല്ലാം നമുക്ക് വഴിയെ അന്വേഷിക്കാം. വേറൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് എന്താന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ആരതിക്ക് മുരളിയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? അഞ്ജലിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല സീതമ്മേ. അവർ തമ്മിൽ സംസാരിക്കുന്നത് പോലും ഞാൻ നേരെ ചൊവ്വയെ കണ്ടിട്ടില്ല. സാരിയുടെ കഥയും രക്ഷിച്ച കഥയും ഒക്കെ ആര്യ പറയുമ്പോഴാ ഞാൻ അറിയുന്നത് തന്നെ. മുരളിച്ചേട്ടന് കുഞ്ഞേച്ചിയെ വലിയ ഇഷ്ടാ സീതമ്മേ. കുഞ്ഞേച്ചിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ മുരളിച്ചേട്ടന് വലിയ പഠിപ്പില്ലാത്തതും ഓട്ടോക്കാരനാണെന്നതും ഒക്കെ ഒരു കുറവായിട്ടാ കുഞ്ഞേച്ചി കാണുന്നത്. അതിന്റെ ഒരു വെപ്രാളോ ഇപ്പോഴീ കാണിക്കുന്നതല്ല. ഓ, അതിപ്പോ എന്ത് വെപ്രാളം കാണിച്ചാലും ഒരു കാര്യവുമില്ല. ഇന്നാർക്കിന്നാരെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ടെന്ന പറച്ചില് കേട്ടിട്ടില്ലേ? വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു. അതുകൊണ്ട് ആരതിക്കും മുരളിക്കും ഒരു വിവാഹ ജീവിതം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഈ രഹസ്യ താലികെട്ടൽ അതിന്റെ ഒരു അടയാളമായിട്ട് മാത്രം കണ്ടാ മതി. നീ വാ.
കാപ്പി കുടിക്കുന്നില്ലേ? വേണ്ട, വിശപ്പില്ല, വാക്കി രുചിയില്ല തുടങ്ങിയ ഡയലോഗ് ഒന്നും വേണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാം മനസ്സിലെന്താ ഓടുന്നതെന്ന്. നോക്ക്, എന്ത് തെറ്റ് ചെയ്താലും പശ്ചാത്താപം തന്നെയാണ് അതിനുള്ള ആദ്യത്തെ പ്രായശ്ചിത്തം. തെറ്റിദ്ധാരണ കൊണ്ടാണ് നീ മുരളിയെ തല്ലിയത്. അതിന് ഇനിയും ഇങ്ങനെ വിഷമിക്കണമെന്നില്ല. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആ അധ്യായം വായിച്ചു മടക്കി വെച്ചു, അത്ര തന്നെ. മുരളിയുടെ നല്ല മനസ്സറിയാതെ പോയി ഞാൻ. സാഹചര്യങ്ങൾക്കനുസരിച്ച് വരാനുള്ള അപകടത്തെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാനുള്ള അവന്റെ വിശേഷ ബുദ്ധിയെക്കുറിച്ചും ഞാൻ ചിന്തിച്ചില്ല. അഞ്ജലിയുടെ ആരതിയുടെ വാക്കുകൾ എന്റെ സമനില തെറ്റിച്ചു കളഞ്ഞു പുഷ്പേട്ട. അതാ അവൻ പറഞ്ഞൊന്നും കേൾക്കാതെ ഞാൻ അവനെ തല്ലാൻ കാരണം. ചെയ്യാത്ത തെറ്റിനായിരുന്നു അവനെ തല്ലിയെന്ന് ഓർക്കുമ്പോഴാ വല്ലാത്തൊരു വിഷമം. സത്യം, തല്ലി കിട്ടിയത് നല്ല മുരളിക്ക് വേദന. ചേട്ടൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നതിലായിരുന്നു. ആരതിയെ ഒരു മുള്ളുകൊണ്ട് പോലും നോവിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. പലപ്പോഴും ആരതി അവനോട് ദയവില്ലാതെ പെരുമാറിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവൻ കണക്കാക്കിയിട്ടില്ല. അത്രയ്ക്കിഷ്ടമാണ് അവൻ അവളെ. കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയുമ്പോൾ അഞ്ജലിക്കും അത് ബോധ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഞാനും ഇപ്പൊ അത് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അഞ്ജലിക്ക് നടന്ന കാര്യങ്ങൾ ബോധ്യപ്പെടണം. ഇല്ലെങ്കിൽ നമ്മൾ വേണം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. മാത്രമല്ല, ആരതിയെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാനാണ് മുരളി ശ്രമിച്ചത്. അത് സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണയുടെ പേരിൽ മുരളിയുടെ ഇഷ്ടം നഷ്ടമാവരുത്. പ്രാണനായി കരുതിയ പെൺകുട്ടിയും അവളോടുള്ള പ്രണയവും നഷ്ടമാകുമ്പോഴുള്ള വേദന എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ആ വേദന എന്റെ അനിയന്മാർക്കുണ്ടായിക്കൂടാ. പുഷ്പേട്ട, മുരളിയുടെ പ്രണയം സഫലമാവണം. മുരളി ആരതി ഒന്നാവണമെന്നാ എന്റെ ലക്ഷ്യം. അത് നടക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മുരളിയോടുള്ള അഞ്ജലിയുടെ അനിയത്തിമാരുടെ തെറ്റിദ്ധാരണ മാറ്റുകയാണ്. അതെ, അതിന് വേണ്ടതൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ ചെയ്യണം. അഞ്ജലിയെ കണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി അവളെ ബോധ്യപ്പെടുത്തണം. അപകടത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടി കെട്ടിയതാണെങ്കിലും ആരതിയുടെ കഴുത്തിൽ ആ താലി അത് ഉറക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടും. അവര് ഭാര്യ ഭർത്താക്കന്മാരെ തന്നെ ജീവിക്കണം. ചേട്ടനും ചേച്ചി എന്ന നിലയിൽ എന്റെ അഞ്ജലിയുടെ കടമയാണെന്നും ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. പുഷ്പൻ ചേട്ടാ, വേഗം റെഡിയാവും. നമുക്ക് അഞ്ജലിയുടെ വീട് വരെ ഒന്ന് പോണം, ഇപ്പൊ തന്നെ. ഇനി എന്ത് റെഡിയാകാൻ? നമ്മൾ തീരുമാനിച്ചു, നമ്മൾ പോകുന്നു, അത്ര തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.